മക്കളെ, ഇതാ ജെറൂസലേമിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാ മക്കളുടെ മുഖങ്ങളെ ഞാൻ യേശുവിന്റെ ഹൃദയത്തിലൂടെ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നന്മയും തിന്മയും നിറഞ്ഞതാണ് ഈ ലോകം. തിന്മ നിറഞ്ഞ ലോകത്തിൽ നന്മയെ തിരഞ്ഞെടുക്കണമെങ്കിൽ ദൈവ കൃപ വേണം, ദൈവ ചൈതന്യം വേണം. അത് നമ്മുടെ ജീവിതത്തെ, ആരുടെ ജീവിതത്തെ ആണെങ്കിലും മാറ്റിമറിക്കും. ഇതാ ഒരു വചനമാണ് വരാൻ പോകുന്നത്. വചനമാകുന്ന യേശു നമ്മോട് പറയുന്നു, സുഭാഷിത പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായി തീരുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. മകളെ, പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആരാണ് കർത്താവിന് പ്രീതികരമാകുന്നവൻ? സൗകര്യങ്ങളിലും അസൗകര്യങ്ങളിലും ആനന്ദിക്കുന്നവൻ കർത്താവിന് പ്രീതികരനാണ്. രോഗത്തിലും സൗഖ്യത്തിലും ആനന്ദിക്കുന്നവൻ കർത്താവിന് പ്രിയങ്കരനാണ്. വാനോളം ഉയർത്തുമ്പോഴും പാതാളത്തോളം ചവിട്ടി താഴ്ത്തുമ്പോഴും ആനന്ദിക്കുന്നവൻ കർത്താവിന് പ്രിയങ്കരനാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ ആത്മീയ മനുഷ്യൻ. ആത്മീയ മനുഷ്യൻ ദൈവത്തിന്റെ കരത്തിലാണ്. അത് ആരായാലും അങ്ങനെയാണ്. നീ ദൈവത്തെയാണോ പ്രസാദിപ്പിക്കുന്നത്, അതോ പിശാചിനെയാണോ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുടെ 5 കാര്യങ്ങൾ. 1, ദൈവം തരുന്നതിനപ്പുറത്ത് ഒന്നും ആഗ്രഹിക്കുന്നില്ല. 2, ഫ്രാൻസിസ് അസീസിയെ പോലെ ലളിത ജീവിതം നയിക്കുന്നവൻ. 3, ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നവൻ. 4, ദുഷിച്ച അഭിലാഷങ്ങളെ ഉപേക്ഷിക്കുന്നവൻ. 5, ദൈവ പരിപാലനയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവർ. ഇവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. പിശാചിന് തൊടാൻ സാധ്യമല്ല. കാരണം അവർ ദൈവത്തിന്റെ കരത്തിലാണ് വളരുന്നത്. ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന അനേക മക്കളുണ്ട്. മലയാളികളുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട്, സഹനപ്പൂക്കളുണ്ട്, ശുശ്രൂഷകരുണ്ട്, പ്രേക്ഷിത ഗണങ്ങളുണ്ട്. എല്ലാവരും യേശുവിന്റെ പ്രസാദത്തിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശത്രുക്കളെ മിത്രങ്ങളാക്കുന്ന അത്ഭുത ശക്തിയാണ് ദൈവ കരുണ, ദൈവപ്രസാദം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ ഷെയർ ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിന്റെ പ്രസാദം വന്ന് നിറയട്ടെ, ദൈവ കരുണ വന്ന് നിറയട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.